ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെല്ലർ. ഷൻ ബോക്സുകൾക്ക് ഷർട്ട് കൊടുത്തതും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് അവനപ്പോൾ ആ ഷർട്ട് കസ്റ്റമൈസ് ചെയ്തത് എനിക്ക് വേണ്ടിയാണോ? ഒരിക്കലും ആയിരിക്കില്ല. ഷെൻഷാൻ, നീ പിന്നെയും ഭ്രാന്തിയായി. ബോക്സുവിനെ കുറിച്ച് നീ ഇപ്പൊ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവനൊരു റിച്ച് ആയ സ്റ്റാർ അല്ലേ? നിന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണ് അവൻ. അല്ല, അവനിപ്പോൾ റിച്ച് ആയ സ്റ്റാർ ആണെങ്കിലും ഇതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള, അതും ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഷർട്ട് അവൻ ആർക്കും കൊടുക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ ആ ഷർട്ട് എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതാവാനും സാധ്യതയുണ്ട്. ഒരിക്കലും ഇല്ല. അവൻ എല്ലാ ദിവസവും എന്നെ അവന്റെ വേലക്കാരിയെ പോലെയാ ട്രീറ്റ് ചെയ്യാറ്. അവൻ എന്നെ ഇഷ്ടാവാൻ ഒരു സാധ്യതയില്ല. അതെന്തായാലും അവന്റെ ഫാൻസ് അവന് ഗിഫ്റ്റ് കൊടുത്ത വല്ല ഷർട്ടും ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച് പിച്ചും പേയും പറഞ്ഞ ഒരു പ്രാന്തിയെ പോലെ അവൾ നടക്കുവാണ്. ഇവിടെ ബോക്സു സോങ് പ്രാക്ടീസ് ചെയ്യുവാണ്. അപ്പൊ അവന് നോട്ടിഫിക്കേഷൻ വരുന്നു, ഞാൻ നിന്റെ വീടിന്റെ അടുത്തുണ്ട്, കാണാൻ വരട്ടെ എന്ന് പറഞ്ഞ് അവള് വോയിസ് അയച്ചിട്ടുണ്ട്. അതിനവൻ, ഞാൻ കമ്പനിയിലാണ്, പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പൊ കാണാൻ പറ്റില്ല എന്നാണ് റിപ്ലൈ കൊടുക്കുന്നത്. അവന്റെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഷൻ കിളി പോയ പോലെ ബോക്സുവിന്റെ വീട്ടിലേക്ക് വരുന്നു. സാധാരണ ബോക്സുവിന്റെ പേരും വിളിച്ചു കൂവി വരുന്നവള് ഇന്ന് സൈലന്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ട ബോക്സു ഞെട്ടി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്തിനാ സൈലന്റ് ആയി വന്നേ? ആളെ പേടിപ്പിക്കാൻ എന്നവൻ പറയുന്നു. എന്നിട്ടും അവള് സൈലന്റ് ആയി നിൽക്കുന്നത് കണ്ട്, എന്തു പറ്റി, സീറുവിന്റെ കൂടെ പാടാനാണോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാടാന്ന് എന്ന് ബോക്സ് പറയുന്നു. ഷൻ വളരെ പതുക്കെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു ഗേൾ ഒരു വൈറ്റ് ഷർട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ഇന്റർനെറ്റിലുണ്ട്, നീ അത് കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു. ഒരു ഷർട്ട് കാണിക്കുന്ന വീഡിയോ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിപ്പോ എന്തിനാ അതൊക്കെ കാണുന്നേ? നീ ഈ മുക്കലും മുളലും ഒന്ന് നിർത്തോ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ കാര്യം പറ, നിനക്കൊട്ടും ചേരുന്നില്ല ഇത് എന്നവൻ പറയുന്നു. ഷെൻഷനൊന്ന് നന്നായി ശ്വാസം വലിച്ചു വിട്ട്, ശരി ഞാൻ നിന്നോട് കാര്യം പറയാം. അന്ന് നിന്റെ ഫ്രണ്ടുമായിട്ട് അടിയുണ്ടായ ദിവസം നീ എനിക്ക് കാറിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് തന്നില്ലേ? ഞാനത് ഇടില്ല എന്ന് പറഞ്ഞപ്പോൾ നീ വലിച്ചെറിഞ്ഞു. ആ വൈറ്റ് ഷർട്ട് മിസ് ലൂവിനാണ് കിട്ടിയത്. അത് ലിമിറ്റഡ് എഡിഷൻ ആണെന്നും കസ്റ്റമൈസ്ഡ് ആണെന്നും എക്സ്പെൻസീവ് ആണെന്നും പറഞ്ഞു. ആ ഷർട്ട് നിന്റേതാണോ എന്ന് ചോദിക്കുന്നു. അതാരോ എനിക്ക് തന്നതാ എന്ന് ബോക്സ് പറയുന്നു. ശരിക്കും എന്ന് ഷൻ വിശ്വാസം വരാതെ ചോദിക്കുന്ന കേട്ട്, നീ എന്താ വിചാരിച്ചേ? ഞാനത് ഓർഡർ ചെയ്തു തന്നെ വിചാരിക്കേ. ആ ഷർട്ടിന്റെ തീം ലവ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഞാനത് ആർക്ക് കൊടുക്കാനാ? എന്റെ പ്രണയം കാണിച്ചു കൊടുക്കാൻ എനിക്കാരുമില്ല, പിന്നെ ഞാനെന്തിനാ അത് ഓർഡർ ചെയ്യുന്നേ എന്നവൻ ചോദിക്കുന്നത് കേട്ട് ഷൻ അതിന്റെ തീം ലവ് എക്സ്പ്രസ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ബോക്സ് ആണെങ്കിൽ അവളെ നോക്കി ഉത്തരം കിട്ടാതെ, അതിപ്പോ ഒരുപാട് ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഈ വക ഷർട്ടൊക്കെ എനിക്ക് തരുന്നത് സർവ്വസാധാരണമാണ് എന്ന് ഉത്തരം കൊടുക്കുന്നു. ഷെൻഷനും ശരിയാണ്, ഞാനും അത് ചിന്തിച്ചു എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നു. എന്നിട്ട്, ഒരിക്കലും ഇതുപോലെ ഒരു സാധനവും വലിച്ചെറിയാൻ പാടില്ല. ആ ഷർട്ട് ഒരുപാട് വില കൂടിയതാണ്, അതെങ്ങനെയാ അങ്ങനെ അങ്ങ് വലിച്ചെറിയാൻ പറ്റുക? അത് വേസ്റ്റ് ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഞാൻ ആ ഷർട്ട് നിന്നോട് ഇടാൻ പറഞ്ഞതല്ലായിരുന്നോ? നീ അതിട്ടില്ല, അപ്പൊ ഞാനത് വലിച്ചെറിഞ്ഞു. മാത്രമല്ല ആ ഷർട്ട് എന്റേതാണ്, എനിക്ക് എന്താണോ ചെയ്യേണ്ടത് അതെനിക്ക് ചെയ്യാം. ആ ഷർട്ട് വലിച്ചെറിഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, പിന്നെ നിനക്ക് എന്താ ഇത്ര ദേഷ്യം എന്ന് ബോക്സ് ചോദിക്കുന്നു. രണ്ടുപേരും അടുത്ത അടി തുടങ്ങുന്നു. അതൊരു എക്സ്പെൻസീവ് ഷർട്ടാണ്. മിസ് ലൂവിന് അത് അറിയുന്നത് കാരണം രക്ഷപ്പെട്ടു. അത് അറിയാത്ത ഒരാളുടെ കയ്യിലായിരുന്നു ആ ഷർട്ട് കിട്ടിയതെങ്കിലോ? ഏതോ ഒരു പെണ്ണ് അവളുടെ പ്രണയം കാണിക്കാൻ വേണ്ടി നിനക്ക് തന്നതല്ലേ അത്? അതിൽ പേരും ഉണ്ട്. നിനക്ക് തന്നതായത് കാരണം നിന്റെ പേരിന്റെ ലെറ്റേഴ്സ് ആയി ZBX ആയിരിക്കും അതിലുണ്ടാവുക. സോ ആ ഷർട്ട് എന്തായാലും നിന്റെ കയ്യിലാണ് തിരിച്ചെത്തേണ്ടത് എന്ന് പറഞ്ഞ്, അല്ല നിനക്കാരാ ഷർട്ട് തന്നത് എന്നവൾ ചോദിക്കുന്നു. ബോക്സു, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുന്നു. ഷൻ എന്തായാലും ആ ഷർട്ട് ഞാൻ നിനക്ക് തിരിച്ചു തരും, നല്ല വിലയുണ്ട് അതിന്. എന്റെ ഒരുപാട് മാസത്തെ സാലറിക്ക് ഈക്വലാണ് അതിന്റെ വില. നിനക്കത് ശരിക്കും വേണ്ടെങ്കിൽ അത് ഞാൻ തന്നെ എടുക്കും എന്നവൾ പറയുന്നു. ബോക്സു, ഞാനൊരു കാര്യം പറയട്ടെ, നീ ആ ഷർട്ട് എനിക്ക് തിരിച്ചു കൊണ്ടു തന്നാലും ഞാനത് വലിച്ചെറിയും. നിനക്ക് ഡ്രസ്സ് വാങ്ങണമെന്നാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോക്കോ. എനിക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇതേപോലത്തെ വേസ്റ്റ് കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞു വരണ്ട. നീ പോവാൻ നോക്ക്, പെട്ടെന്ന് പോ എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലത്തെ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുത്, ഇറങ്ങി പൊക്കോ അവിടുന്ന്, എനിക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നും പറഞ്ഞ് അവളെ പിടിച്ച് പുറത്താക്കുന്നു. ഷൻ ഇവൻ ഇതെന്താ പറ്റിയേ? ഇവനെന്തിനാ ഇങ്ങനെ വയലന്റ് ആയേ എന്ന് ചോദിക്കുന്നു. ബോക്സു, ശരിയാണല്ലോ, ഞാനിപ്പോ എന്തിനാ വയലന്റ് ആയേ? അവളോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന പോലെയുണ്ട് എന്നും പറഞ്ഞ് അവൻ പോകുന്നു. ഇപ്പൊ ബോക്സു മിസ് ലൂവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞാനാണ് ആ വൈറ്റ് ഷർട്ടിന്റെ ഓണർ എന്നവൻ പറയുന്നു. അപ്പോ നിങ്ങളുടേതാണ് ആ ഷർട്ട് എന്നല്ലേ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറയണം, കാരണം ഒരുപാട് പേര് ആ ഷർട്ട് അവരുടേതാണെന്നും പറഞ്ഞ് വരുന്നുണ്ട്. മിസ് ലൂ പറഞ്ഞത് കേട്ട് ബോക്സു, അക്ഷരങ്ങൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്, ഷർട്ടിന്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞ് ലെറ്റേഴ്സ് കാണിച്ചു കൊടുക്കുന്നു. അവൻ കാണിച്ചു തന്നെയായിരുന്നു ലെറ്റേഴ്സ്. സോ മിസ് ലൂ ഷർട്ട് എടുത്തു കൊടുക്കുന്നു. ഷർട്ട് കിട്ടിയതും പോകാൻ നിൽക്കുന്ന ബോക്സുവിനെ അവള് വിളിക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുന്നതും അവള് സെൽഫി എടുക്കുന്നു. മിസ് ലൂ, പെട്ടെന്ന് പോവല്ലേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവളെ ശരിക്കും ഇഷ്ടമാണെന്നാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിച്ച വഴി കുറച്ച് വളഞ്ഞ വഴിയാണ്. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് അവളോട് തുറന്നു പറ. എനിക്കറിയാം നിങ്ങൾക്ക് മടിയായതുകൊണ്ടാണ് നിങ്ങൾ ആ ലെറ്റേഴ്സ് ഉള്ളിൽ എഴുതിയത് എന്ന്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഈ ഫോട്ടോ നെറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഷർട്ട് ഓണർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നും പറയാം. നിങ്ങളുടെ സ്വപ്നം പെട്ടെന്ന് തന്നെ നടക്കും എന്ന് പറഞ്ഞ് മിസ് ലൂ വിഷ് ചെയ്യുന്നു. ബോക്സും താങ്ക്സ് പറഞ്ഞ്
വെൽ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യണ്ട, അവക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. ഇവിടെ ഷെൻഷൻ ഇപ്പോഴും അഗാധമായ ചിന്തയിലാണ്. അവൻ എന്തിനായിരിക്കും അങ്ങനെ ടെൻഷനായേ എന്ന് ചിന്തിച്ച് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് എക്സ്പെൻസീവ് ആയ ഷർട്ട് ഓണർക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് ന്യൂസ് കാണുന്നു. അവള് മിസ് ലൂവിന്റെ നമ്പർ തിരഞ്ഞെടുത്ത് മിസ് ലൂവിന് കോൾ ചെയ്യുന്നു. നിങ്ങൾ ആ ഷർട്ടിന്റെ ഓണർ തരയുന്ന കണ്ടിട്ട് എനിക്ക് അത്ഭുതമായി എന്ന് പറഞ്ഞ് അവള് സംസാരം തുടങ്ങുന്നു. എനിക്ക് ആ ഷർട്ടിൽ എംബ്രോയിഡറി ചെയ്ത അക്ഷരങ്ങൾ അറിഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നു. മിസ് ലൂ അത് പറയാൻ പറ്റില്ല, സോറി എന്ന് പറയുന്നു. ഞാൻ ലെറ്റേഴ്സ് പറയാം, നിങ്ങളത് ശരിയാണോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വൈ ഇസഡ് ഇസഡ് ആണോ എന്ന് ചോദിക്കുന്നു. മിസ് ലൂ ലെറ്റേഴ്സ് അത് തന്നെയാണ് എന്ന ഓർഡർ തെറ്റാണ്. ഫോറിൻ കൺട്രീസിൽ സർനെയിം അവസാനമാണ് ചേർക്കാറ്. അക്ഷരങ്ങൾ ഇസഡ് ഇസഡ് വൈ എന്നാണ് എന്ന് പറയുന്നു. യാങ് ഷെൻഷൻ എന്ന അവളുടെ പേരിന്റെ ലെറ്റേഴ്സ് തന്നെയാണ് അതെന്നറിഞ്ഞ് ഒരുമാതിരി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാവുന്നു അവള്. ബോക്സുവിനെ മീറ്റ് ചെയ്തത് തൊട്ട് സംഭവിച്ച എല്ലാ ഇൻസിഡൻസും അവൾ ആലോചിക്കുന്നു. ഷെൻഷൻ ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുവാണ്. അവിടെയുള്ള കുറച്ച് ഗേൾസ് ആ ഷർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് എന്തൊരു സ്വീറ്റ് ആണ്, അവൾ എന്തൊരു ലക്കിയാണ്. എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്റെ ബോയ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഇയർഫോൺ ആണ്, എന്നിട്ട് അവൻ തന്നെ അത് യൂസ് ചെയ്തു. ചിലപ്പോ എനിക്ക് തന്നെ തോന്നാറുണ്ട് അവൻ സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് എന്ന് ഒരു ഗേള് പറയുന്നു. ബാക്കിയുള്ളവരും അത് ശരിവെക്കുന്നു. ഇതൊക്കെ കേട്ട് ഷെൻഷൻ നോക്കുന്നതും ഒരു ഫ്ലെക്സിൽ ബോക്സുവിന്റെ ഫോട്ടോ കാണുന്നു. അതിലുള്ള ബോക്സു അവക്ക് നേരെ കൈ നീട്ടുന്നത് പോലെ ഷെൻഷന് തോന്നുന്നു. ഷെൻഷൻ എനിക്കറിയാം നീ ഫേക്ക് ആണെന്ന്. ബോക്സുവിന് ഭയങ്കര കുട്ടികളിയാണ്, തീരെ ശ്രദ്ധയില്ല. ഒരാളെ സഹായിക്കുക എന്നുള്ള കാര്യത്തിൽ അവൻ വളരെ വീക്കാണ്. ദിവസം ദിവസം അവന്റെ സ്വഭാവം മാറും. അവന് ബാഡ് ടെമ്പർ ആണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇപ്പൊ അവൻ നിന്നെ പോലെ നല്ലവനാണ് എന്ന് പറയുന്നു. ഫ്ലെക്സിലെ ബോക്സു കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഒരു പയ്യന് ഒരു പെണ്ണിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവന് തോന്നും. അവളെ സംരക്ഷിക്കാൻ, അവളുടെ കൈ പിടിക്കാൻ, ഞാൻ കൊടുത്ത ഷർട്ട് അവൾ ഇട്ട് കാണാൻ, പിന്നെ അവളുടെ കണ്ണിൽ എപ്പോഴും ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഷെൻഷൻ നോൺസെൻസ്, അതൊക്കെ കഥകളിൽ മാത്രമേ നടക്കൂ, ഒന്നും ജീവിതത്തിൽ നടക്കില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ തന്നെ പറ, എന്റെ ശരിക്കുള്ള പ്രണയം നിനക്ക് സീറുവിനെ ഇഷ്ടമാണെന്നുള്ളതോ അതോ അവനെ വിട്ട് വരാൻ പറ്റില്ല എന്നുള്ളതോ എന്നവൻ ചോദിക്കുമ്പോൾ ഷെൻഷൻ ഉത്തരവില്ലാതെ നിൽക്കുന്നത് കണ്ട് നിനക്ക് മടിയാവുന്നുണ്ടോ? എനിക്കറിയാം, ആക്ച്വലി നീ സീറുവിനെ നിന്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചിട്ടില്ല, കാരണം നിനക്ക് ഇഷ്ടം എന്നെയാണ് എന്ന് പറയുന്നതും ഇംപോസിബിൾ എന്ന് പറഞ്ഞ് നടുറോട്ടിൽ നിന്ന് അവൾ അലറുന്നു. ഇവക്ക് പ്രാന്താണെന്ന് വിചാരിച്ച് ചുറ്റുമുള്ളവര് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നു. ഷെൻഷനും പുറകെ പോകുന്നു. ഇവിടെ കമ്പനിയിൽ കുറച്ച് ആളുകൾ മീറ്റിംഗിന് വേണ്ടി വരുന്നു. ഇതാണ് ലാസ്റ്റ് മീറ്റിംഗ്, ഇതിനുശേഷം നമ്മുടെ കമ്പനി ലിസ്റ്റഡ് ആവും, അപ്പൊ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ഫണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കോവർക്കേഴ്സ് സംസാരിച്ചിരിക്കുന്നു. സീറു സോങ് പാടി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് അത് കേട്ട് മിസ്റ്റർ ചാങ്ങിനോട് നീ സീറുവിനെ നന്നായിട്ട് കോച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ വിചാരിച്ചതിനേക്കാൾ ബെറ്ററായി അവൻ പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. നെക്സ്റ്റ് ഡേ ഷെൻഷൻ ബോക്സുവിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തിയിട്ടും അവൾക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് നല്ല ടെൻഷൻ ഉണ്ട്. സോ 2-3 പ്രാവശ്യം ശ്വാസമൊക്കെ വലിച്ചു വിട്ട് കോൺഫിഡൻസ് കൂട്ടിയിട്ടാണ് അവള് പോകുന്നത്. ബോക്സ് സോങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇന്നലത്തെ പോലെ തന്നെ ഷെൻഷൻ ഒന്നും മിണ്ടാതെ കയറി വരുന്നത് കണ്ട് ബോക്സ് പാട്ട് നിർത്തി ഹായ് ഡിയർ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ഷെൻഷനും ഹലോ പറയുന്നതും ഷെൻഷന്റെ രീതി അതല്ലാത്തത് കൊണ്ട് തന്നെ ഹലോയോ നിനക്ക് എന്താ പറ്റിയ, കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് വല്ല പനിയും പിടിച്ചോ എന്ന് ചോദിച്ച് ബോക്സ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഷെൻഷൻ എന്നെ തൊടാൻ നിൽക്കണ്ട, അത് ആളുകൾ കണ്ടാൽ നല്ലതായിരിക്കില്ല, എനിക്കും നിനക്കും ഓർമ്മയുണ്ടാവുമല്ലോ നിന്റെ ഫാൻസ് കഴിഞ്ഞ തവണ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയത് എന്ന് പറയുന്നു. അതിന് ഞാൻ എപ്പോഴാ നിന്നെ തൊട്ടത് എന്ന് അവൻ ചോദിക്കുന്നു. എപ്പോഴും കഴിഞ്ഞ തവണ റിഹേഴ്സൽ റൂമിൽ നിന്ന് എന്റെ ഷോൾഡറിന് പരിക്ക് പറ്റിയത് ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ബോക്സു അന്ന് നിനക്ക് വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അതിനിപ്പോ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അപ്പൊ അന്ന് റീഹാബിലിറ്റേഷൻ ട്രെയിനിങ്ങിന് ഹോസ്പിറ്റലിൽ നിന്ന് നീ എന്റെ കൈ പിടിച്ചതോ എന്ന് ചോദിക്കുന്നു. ഞാൻ അന്നൊരു രോഗിയായിരുന്നു, പറ്റുന്ന അത്ര വേഗത്തിൽ എനിക്ക് എന്റെ രോഗം മാറണമായിരുന്നു, നീ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്ന് ബോക്സ് പറയുന്നു. അന്ന് നിന്റെ ഫ്രണ്ട് എന്നെ ഉപദ്രവിച്ചപ്പോ നീ എന്തിനാ ഞാൻ നിന്റെ പെണ്ണാണെന്ന് പറഞ്ഞത് എന്ന് ഷെൻഷൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നു. ബോക്സു ഈ ഹീറോസ് ഒക്കെ അങ്ങനെയാ പറയാറ്, നീ കേട്ടിട്ടില്ലേ സിനിമയിലൊക്കെ പറയുന്നത്? അല്ല നിനക്ക് ഇപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടോ? ഞാനത് മറന്നുപോയിട്ടുണ്ടായിരുന്നു. നീ എല്ലാ ദിവസവും അത് തന്നെയാണോ ചിന്തിക്കുന്നേ? എന്റെ മേലെ നിനക്ക് സീക്രട്ട് ക്രഷ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഷെൻഷൻ നിനക്കെന്താ നീ വിചാരിക്കുന്നത് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണെന്നാണ്, എന്നാ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. എനിക്കറിയാതെ നിനക്ക് എന്നെ ഇഷ്ടമല്ല, പിന്നെ ആരെയാ നിനക്ക് ഇഷ്ടം? സീറുവിനെ ആയിരിക്കും അല്ലേ? നിനക്ക് ഈ ഫേമസ് അല്ലാത്ത അവനെയൊക്കെ ഇഷ്ടാവുള്ളൂ എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷനും നീ സൂപ്പർ സ്റ്റാർ ആയിട്ടൊന്നുമല്ലല്ലോ ജനിച്ചു വീണത്, നാളെ അവനും സൂപ്പർ സ്റ്റാർ ആവില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു. ബോക്സു നീ എന്നോട് വാദിക്കുവാണോ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, സീറു പെട്ടെന്നൊന്നും സൂപ്പർ സ്റ്റാർ ആവാൻ പോണില്ല. പിന്നെ നീ അവനെ കാണുമ്പോഴൊക്കെ അവന്റെ മുഖത്തൊരു സ്മൈൽ ഉണ്ടാവാറില്ലേ, എന്നാ ആ സ്മൈൽ അവന്റെ മുഖത്ത് മാത്രമേ ഉള്ളൂ, ഹൃദയത്തിലില്ല എന്ന് ബോക്സ് പറയുന്നത് ഷെൻഷന് തീരെ ഇഷ്ടാവുന്നില്ല. അവനല്ല അങ്ങനെ, നീയാണ് അങ്ങനെ എന്ന് പറഞ്ഞ് രണ്ടുപേരും വാദിക്കുന്നു. ബോക്സ് അവസാനം എനിക്ക് നിന്നോട് വാദിക്കാൻ സമയമില്ല, നീ എങ്ങോട്ടേലും പോവാൻ നോക്ക്, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്നു. ഷെൻഷൻ കൊലാട്രൽ ലവ് കോൺസെർട്ടിന് പാടാൻ നിനക്ക് മാച്ച് ആവില്ല, നീ അത് പാടിയാ നിന്റെ പോരായ്മകൾ എടുത്തു കാണിക്കുന്ന പോലെ ഉണ്ടാവും, നീ
മോശമായിട്ട് പാടിയാൽ അത് നാണക്കേടുമാണ്. സോ കമ്പനി സീറുവിനോട് ലീഡ് എടുക്കാനും നിന്നോട് കോറസ് പാടാനും പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് വരുന്നത് പുതിയ സ്റ്റാറിന് വേണ്ടി നീ വഴിയൊരുക്കി എന്നുള്ള തരത്തിലായിരിക്കും. അതാവുമ്പോൾ നിന്നെ ഇമേജിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അവള് പറയുന്നു. ബോക്സു, ഞാനാണ് കൊലാട്രൽ ലവ് സെലക്ട് ചെയ്തത്, പിന്നെ ഞാൻ എന്തിനാ അത് മാറ്റുന്നേ? എല്ലാവരും പറയുന്നത് സീറു എന്നേക്കാൾ നന്നായിട്ട് പാടുന്നുണ്ടെന്നാണ്. എന്നാൽ ഇതുവരെയുള്ള അവന്റെ നേട്ടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അഡ്വാൻറ്റേജസ് എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് ബോക്സ് ഫോൺ എടുത്ത് സീറുവിന് കോൾ ചെയ്യുന്നു. സീറു കോൾ അറ്റൻഡ് ചെയ്യുന്നതും ഹലോ സീറു, എന്തുണ്ടേലും പ്രശ്നമില്ല, ഇന്ന് നീ എന്നെയും ഷെൻഷനെയും വന്ന് കണ്ടിരിക്കണം, ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ഷെൻഷൻ, നിനക്ക് പ്രാന്താണോ? ഇങ്ങനെയാണോ അവനെ വിളിക്കുന്നത്? ഇനിയും അവനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യുവാണോ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നു. ബോക്സു, ഇനി നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, കാരണം ഞാൻ എന്ന് പറഞ്ഞത് മുഴുവനാക്കാതെ അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. ഷെൻഷൻ, പേടിച്ചിട്ടാണല്ലേ എന്ന് വിളിച്ചു ചോദിക്കുന്നു. ബോക്സ് റൂമിലിരുന്ന് എനിക്കിന്ന് ജയിച്ചേ പറ്റൂ, എന്തായാലും ജയിക്കണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി അവന്റെ പാണ്ടാ പൈജാമ എടുത്തു നോക്കുന്നു. ഞാൻ എന്റെ പാണ്ടാ പൈജാമ ഇട്ടാലും ഞാൻ തന്നെ ആയിരിക്കും വിന്നർ എന്ന് കോൺഫിഡൻസോടെ പറയുന്നു. ഇവിടെ കമ്പനിയിലെ ലീനയുടെ ഓഫീസിലേക്ക് പ്രസിഡന്റ് സ്വീറ്റ്സ് കൊണ്ടുവരുന്നു. എന്താ ഞാൻ ഈ കാണുന്നത്? നീ എന്റെ ഓഫീസിലേക്ക് വന്നോ എന്ന് ചോദിച്ച് ലീന സംസാരിക്കുന്നു. പ്രസിഡന്റ്, ഞാൻ നിന്നോട് ബിസിനസിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ബോക്സ് 1-2 കോൺസേർട്ടിൽ ലീഡ് ചെയ്തില്ല എന്ന് കരുതി നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സീറുവിനെ ലീഡാക്കിയാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ലീന അതിന് സമ്മതിക്കുന്നില്ല. പ്രസിഡന്റ് വീണ്ടും താൻ ചിന്തിക്കുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സീറുവിനെയാണ് ഇനി നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അവനും റീച്ച് ആവണം. എന്നെ സംബന്ധിച്ച് ബോക്സ് പോപ്പ് മ്യൂസിക് നന്നായി പാടില്ല, സോ സീറു ആണ് നമ്മുടെ ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ലീനയെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. ലീന, ഓക്കെ, എനിക്ക് ഈ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ബോക്സിനോട് ഇപ്പോഴാണ് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി, അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് അവനോട് ഈ കാര്യം സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതോർത്ത് നീ അറിയാവണ്ട, ഷെൻഷനോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ ബോക്സുവിനെ യൂസ് ചെയ്യണം. അവനിപ്പോ കരിയർ വർക്ക് ഇല്ല, ടാലന്റും ഇല്ല. ഈ സമയത്ത് നമ്മൾ സീറുവിനെ ബോക്സുവിന്റെ ഫെയിം യൂസ് ചെയ്ത് ബോക്സുവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞാൽ നീയും നിന്റെ ജോലിയിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഒരു പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അവനെ സീറുവിന്റെ പ്ലേസിലേക്ക് കൊണ്ടുവരണം. നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നെല്ലാം പറഞ്ഞ് പ്രസിഡന്റ് ഉപദേശിക്കുന്നു. ഇവിടെ ഷെൻഷൻ ബോക്സുവിന്റെ വീട്ടില് സീറുവിനെ വെയിറ്റ് ചെയ്തിട്ട് ഉറങ്ങിപ്പോയിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് ബോക്സുവിനെ നോക്കാൻ വരുന്നു. ബോക്സു ആണെങ്കിൽ നല്ല ക്യൂട്ട് പാണ്ടക്കുട്ടിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇത് നോക്കി അവൾ അവന്റെ അടുത്തേക്ക് പോകുന്നതും കാല് സ്ലിപ്പായി അവന്റെ മേലെ കൂടെ വീഴുന്നു. സോ അവൻ ഞെട്ടി എഴുന്നേറ്റ് ആരാ എന്ന് ചോദിക്കുന്നതും കാണുന്നത് ഷെൻഷനെയാണ്. നീ എന്തായി ചെയ്യുന്നത്? ഞാൻ ഉറങ്ങുവല്ലായിരുന്നോ? നീ എന്നെ പേടിപ്പിച്ചു എന്ന് ബോക്സ് ഷെൻഷനോട് പറയുന്നു. അവള് സോറി പറയുന്നതും എന്തിനു സോറി എന്ന് ചോദിച്ച് അവളുടെ നിപ്പും ഭാവമൊക്കെ നോക്കി ഓ നീ എന്നെ കിസ് ചെയ്യാൻ പോവായിരുന്നോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് തന്നെ കോളിംഗ് ബെല്ല് കേട്ടിട്ട് ഷെൻഷൻ ഉടനെ ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നു. സീറോ ആണത്. നീ എന്താ ലേറ്റ് ആയേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഞാൻ ലേറ്റ് ആയോ? അല്ല, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് സീറോ ചോദിക്കുന്നു. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് ഷെൻഷൻ പറയുന്ന സമയത്താണ് ബോക്സും അങ്ങോട്ട് വന്ന് നീ എന്താ ഇത്ര ലേറ്റ് ആയേ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ബോഡി ഷേപ്പിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, ഇപ്പോഴാണത് കഴിഞ്ഞത് എന്ന് സീറോ പറയുന്നു. ബോക്സും അപ്പോ തിരിച്ചു വെക്കോ, നീ വന്നതേ ലേറ്റ് ആയിട്ടാ, സോ എനിക്കിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. സീറോവും ഓക്കെ പറഞ്ഞ് ഷെൻഷനെ വിളിക്കുന്നതും ബോക്സു അവള് വരുന്നില്ല, അവളെ ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് പറയുന്നു. പിന്നെ ഞാൻ പോണേണ് എന്ന് ഷെൻഷൻ പറയുന്നു. സീറോ ഇപ്പൊ ഷെൻഷനോട് നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. ആണല്ലോ, നിനക്ക് എന്താ അങ്ങനെ തോന്നാൻ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. സീറോ ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ എന്ന് പറയുന്നു. ഇന്ന് നിനക്ക് ഷേപ്പിംഗ് ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? ചുമ്മാതല്ല, നീ സാധാരണ ഉള്ളതിനേക്കാൾ ഹാൻഡ്സം ആയിട്ട് തോന്നുന്നേ എന്ന് ഷെൻഷൻ പറയുന്നു. സീറോ ഞാൻ സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നാണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. ശരിയാണ്, നീ ഹാൻഡ്സം ആണ്, അവനേക്കാൾ ഹാൻഡ്സം ആണ് എന്ന് ഷെൻഷൻ പറയുന്നത് കേട്ട് സീറോ ഇപ്പോ നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തോ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ ഒരുപാട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും എന്നവൻ പറയുന്നു. ഷെൻഷൻ ഒരു റിയാക്ഷനും ഇല്ലാതെ ഒരുപാട് ചിന്തിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നു. സീറോ അവളെ നോക്കി പണ്ടത്തെ കാര്യം ആലോചിച്ച് സോറി പറയുന്നു. അയ്യോ അതൊന്നും ഇല്ല, ഞാൻ ചെറുതായൊന്ന് ഫൂൾ ആയതായിരുന്നു എന്ന് ഷെൻഷൻ പറയുന്നു. ഇവിടെ ബോക്സ് അവന്റെ തൊട്ട് മുന്നിൽ ഷെൻഷൻ ഫേസ് ടു ഫേസ് വന്ന് നിന്നത് ആലോചിച്ച് അവന്റെ ജ്വൽ ബോക്സ് എടുത്ത് അമ്മ പറഞ്ഞു തോർക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന് ഈ ഡയമണ്ട് കൊടുക്കണം എന്നായിരുന്നു അവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തിങ്ക് ചെയ്ത് ആ പെണ്ണിനെ ഇപ്പൊ കിട്ടിയെന്ന് തോന്നുന്നു എന്ന് ബോക്സ് പറയുന്നു. ഇവിടെ ഷെൻഷൻ യുവാനോട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണ്, ആവറേജ് ലുക്കുള്ള ഒരു പെണ്ണാണ്, അവളെ ഒരു ഹാൻസം ബോയ് പ്രണയിക്കുന്നു, ഇതൊക്കെ കഥയിലല്ലേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറയുന്നു. യുവാന് പ്രാന്തായി. എനിക്കറിയാം ആ നോർമൽ ആയിട്ടുള്ള പെണ്ണ് നീയും ഹാൻസം ബോയ് ബോക്സും ആണെന്ന്. അത് തന്നെ അല്ലേ കാര്യം? ഞാൻ അല്ലേലേ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയിലാണ് അവളുടെ ഒരു ലവ് സ്റ്റോറി. ഈ ഡയറക്ടറിന് അതിന്റെ ശല്യം താങ്ങാൻ പറ്റുന്നില്ല, എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ സീറോവിന് പ്ലാൻ ഉണ്ടാക്കേണ്ടതൊക്കെ PR ടീമിന്റെ പണിയല്ലേ? അവരെ ചീത്ത പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം. സീറോവിന്റെ അസിസ്റ്റന്റ് ആണ് ഞാൻ, എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളേ എന്ന് പറയുന്നത് കേട്ട് ഷെൻഷൻ ഡയറക്ടർ നന്യന് കാണുന്ന എല്ലാവരെയും പിടിച്ച് ചീത്ത പറയലാണ് ഹോബി. നിനക്ക് അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്ടർ നന്നാണെന്ന് വിചാരിച്ച് നീ എന്നെ ചീത്ത പറഞ്ഞോ എന്ന് പറയുന്നു. യുവാൻ
നീ പോകെ പോകെ ബോക്സുവിനെ പോലെ ആവുന്നുണ്ടല്ലോ. നീ സത്യം പറ, നിനക്ക് ബോക്സുവിനെ ഇഷ്ടമാണോ? അവൻ നിന്റെ അടുത്തേക്ക് വരുമ്പോ നിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നുണ്ടോ എന്നൊക്കെ ക്വസ്റ്റ്യന്റെ മേലെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ തന്നെ ഓൾറെഡി കൺഫ്യൂഷനിലാണ്, നീ അതിന്റെ കൂടെ പിന്നെയും കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ സീറോവിനെ അല്ലേ ഇഷ്ടപ്പെട്ടെ, അപ്പൊ പിന്നെ എങ്ങനെയാ എനിക്ക് ബോക്സുവിനെ ഇഷ്ടപ്പെടാൻ പറ്റുക എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. യുവാൻ അതിന്, സീറോ ഇപ്പൊ നിന്റെ ലൈഫിൽ നിന്ന് പോയില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ ചെയ്യേ, എങ്ങനെ എന്തിന് എന്നൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, ഇപ്പൊ നീ എൻജോയ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഡേ ലീന ഷെൻഷനോട് സീറോ ആണ് ലീഡ് പാടുന്നത് എന്ന് നീ ബോക്സുവിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാ അവൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നു. ലീന ഷെൻഷനെ ഓഫീസിലേക്ക് വിളിപ്പിച്ച്, നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ, നീ ബോക്സുവിനെ കൺവിൻസ് ചെയ്യുന്നാണ് ഞാൻ വിചാരിച്ചേ, നീ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചോ അതോ അതൊരു തമാശയായിട്ടാണോ നീ എടുത്തത് എന്ന് ചോദിക്കുന്നു. ഈ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർക്കർ വന്ന് ഒരുപാട് ഫയൽസ് ടേബിളിൽ വെച്ചിട്ട് പോകുന്നു. ലീന ഷെൻഷനോട്, ഈ ഫയൽസ് സ്ക്രീൻ പ്ലേ ആണ്, എല്ലാം റെഫർ ചെയ്തിട്ട് ബോക്സുവിന് പറ്റുന്നത് ഫ്രൈഡേക്കുള്ളിൽ പറയണം എന്ന് പറയുന്നു. ഷെൻഷൻ ബോക്സുവിനെ പറ്റി ചോദിക്കുമ്പോൾ ബോക്സ് ഒരു 4-5 പടത്തിലെങ്കിലും അഭിനയിക്കണം, അല്ലെങ്കിൽ ഒരു 3 പടത്തിലെങ്കിലും അഭിനയിക്കണം എന്ന് ലീന പറയുന്നു. ഷെൻഷൻ ബോക്സുവിന് ഓൾറെഡി സിംഗിങ് പ്രാക്ടീസ്, കോൺസേർട്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവനെ കൊണ്ട് എങ്ങനെയാ ഒരേ സമയം ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിക്ക് ഇടയിൽ ലീവ് എടുക്കേണ്ട പോലെ ആവും എന്ന് പറയുന്നു. വൈസ് പ്രസിഡന്റ് ദേഷ്യത്തില്, ഞാൻ പറയുന്ന ജോലി ചെയ്യാനാണ് നീ ഇവിടെ ഉള്ളത്, കമ്പനിക്ക് കമ്പനിയുടേതായ റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്തേ പറ്റൂ, നിനക്ക് നിന്റെ ബോസ് പറയുന്ന ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഈ ജോലി ഉപേക്ഷിച്ച് നിനക്ക് പോവാം എന്ന് ലീന പറയുന്നു. ഇതോടുകൂടെ എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.